നിയമസഹായം തേടിയെത്തുന്നവരെ സഹായിക്കുന്നതിന് പകരം പാവങ്ങളെ വേട്ടയാടുന്ന ചില അഭിഭാഷകരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായിരുന്ന സർക്കാർ മുൻ അഭിഭാഷകൻ PG മനു. ആ കേസിൽ അറസ്റ്റിലായ മനു പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷവും സമാന പരാതിയിൽ ആരോപണം നേരിട്ടു. കഴിഞ്ഞ ദിവസം അതിജീവിതയോട് ഇയാൾ മാപ്പപേക്ഷിക്കുന്ന വീഡിയോയും പുറത്തു വന്നതാണ്. പിന്നീട് മനുവിന് എന്താണ് സംഭവിച്ചത്? കൊല്ലത്തെ വാടക വീട്ടിൽ മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ആത്മഹത്യ എന്നാണ് നിഗമനം. രണ്ടായിരത്തി 2018 പീഡനത്തിനിരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ PG മനുവിനെ സമീപിക്കുന്നത്. നിയമസഹായം നൽകാമെന്ന പേരിൽ യുവതിയെ മനുവിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. ഈ കേസ് ഏറെ വിവാദമുണ്ടാക്കുകയും ചെയ്തു. മാനസികമായി തകർന്ന യുവതി വീട്ടുകാരോട് ആദ്യം പീഡന വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 9-നും 10-നും പീഡനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ SPക്ക് പരാതി നൽകുകയായിരുന്നു. ബലമായി പീഡിപ്പിച്ച ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി PG മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പീഡനക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായും പരാതിയെത്തി. ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നായിരുന്നു യുവതിയുടെ പരാതി. സംഭവം വീണ്ടും വിവാദമായി. ഇതോടെ PG മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറയുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വീണ്ടും കേസായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് യുവതിയുടെ വീട്ടിൽ കുടുംബസമേതമെത്തി ഇയാൾ മാപ്പ് പറഞ്ഞതെന്നും സൂചനയുണ്ട്. ഇത്തരം സംഭവങ്ങൾക്കിടയിലാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് ഇയാൾ താമസിച്ചിരുന്ന കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനു പ്രതിയായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണോ ആത്മഹത്യ കാരണമെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. News 18 കൊട്ടാരക്കര.